കേരളം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് വരാൻ പോകുന്നത്. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും ആര് ജയിക്കും എന്നൊന്നും ആർക്കും അറിയണ്ട. ഏറ്റവും പ്രധാനമായും എല്ലാ മനുഷ്യരും മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യം പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ? വീണ്ടും വീണ്ടും കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ്, തൃശ്ശൂർ ജയിക്കുമോ, സുരേഷ് ഗോപി ജയിക്കുമോ? അത് ബി ജെ പിക്കാരല്ല ചോദിക്കുന്നത്, മുഴുവൻ മലയാളികളുടെയും ഒരു ആകാംക്ഷയാണ്. നമ്മൾ പലവട്ടം ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഇതിനിടയ്ക്ക് ഒരുപാട് പഠനങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ട്രെൻഡ് തന്നെയാണ് പൊതുവിൽ എല്ലായിടത്തും കാണാവുന്നത്. ബി ജെ പിയുടെ കണക്കുകൂട്ടലിലും അവർ ബൂത്ത് തലത്തിലുള്ള കണക്കുകൂട്ടലിലും സുരേഷ് ഗോപി ജയിക്കും എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പുകളിൽ പ്രവചനങ്ങൾ തെറ്റിയിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിക്കാം, തോൽക്കുകയും ചെയ്യാം. തൃശ്ശൂരെ മണ്ഡലത്തിൽ സുരേഷ് ഗോപി പരാജയപ്പെടണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ വർക്ക് ചെയ്താലാണ് സുരേഷ് ഗോപി തോൽക്കാൻ സാധ്യതയുള്ളത്? അത് സാധാരണഗതിയിൽ വേണ്ടത് സുരേഷ് ഗോപിക്കെതിരായ സാമൂഹിക ധ്രുവീകരണം, ജാതി മതം, അതാണ് പ്രധാനമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അതൊക്കെ ഉണ്ടായത്? സുരേഷ് ഗോപി ചാണകത്തിൽ ചവിട്ടി ചാണകസംഖ്യയാണ്, ബി ജെ പിക്കാരനാണ്, വർഗീയവാദിയാണ്, പൂണൂലിൽ ഉള്ള ആളായിട്ട് ജനിക്കേണ്ട ആളാണ്. അത് അനുകൂലമായ ഹിന്ദു ധ്രുവീകരണത്തിന്റെ കാര്യങ്ങളല്ലേ അപ്പോൾ വരുമ്പോൾ ഇപ്പുറത്ത് കൺസോൾട്ടേഷൻ ഉണ്ടായി, ഇങ്ങനൊരു ചാണകസംഖ്യ ജയിപ്പിക്കാൻ പാടില്ല. ആ കൺസോൾട്ടേഷന് മാത്രം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആ മണ്ഡലത്തിലുണ്ടോ? ഇല്ലായിരിക്കാം. പക്ഷേ ഈ ന്യൂനപക്ഷ വോട്ടുകളെ കുറിച്ച് നമ്മൾ എക്കാലത്തും പറയുന്നത് വോട്ട് ബാങ്ക് എന്നല്ലേ സാർ? വോട്ട് ബാങ്ക് എന്നാ പറയാം. മുസ്ലിം വോട്ടുകൾ എന്തായാലും സുരേഷ് ഗോപിക്കോ ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൽ കിട്ടുന്ന സാഹചര്യം പൊതുവിലില്ല. ഇല്ല, മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം മുസ്ലിം വോട്ട് വേണ്ട എന്നാണ് ബി ജെ പി വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ മോദിയുടെയും അമിത്ഷായുടെയും പ്രചാരണത്തിൽ നിന്ന് വ്യക്തമാണല്ലോ. കാരണം അവര് സംവരണ പ്രശ്നം, ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഘടന തന്നെ ദേശീയവാദം, തീവ്രദേശീയത, ഹിന്ദുത്വ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് മേമ്പൊടിക്ക് മുസ്ലിം വിരോധവും കൂടെ ഉള്ള പാർട്ടിയാണ് ബി ജെ പി. മുസ്ലിം സ്ഥാനാർത്ഥികളും ഇല്ല. മറ്റേ മലപ്പുറത്ത് അബ്ദുൾ സലാം മാത്രം ഇന്ത്യയിലാകെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു എം പി മാറുകയും ചെയ്തു തെരഞ്ഞെടുപ്പ്. ബി ജെ പിക്ക് അങ്ങനെ മുസ്ലിം വിരോധം അല്ലല്ലോ സാർ. മുസ്ലിം വിരോധമല്ല. മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങളെക്കാൾ കൂടുതൽ പ്രിവിലേജ്ഡ് ക്ലാസ് ആവുന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾക്കും ആ പ്രിവിലേജസ് വേണം. ഒരു ഇക്വാലിറ്റിയാണ് ബി ജെ പി പറയുന്നത്. അല്ല മുസ്ലിങ്ങളുടെ ഏതെങ്കിലും അവകാശം എടുത്തു കളയണമെന്നല്ല പറയുന്നത്. ഭൂരിപക്ഷ സമുദായത്തിന് ഇല്ലാത്ത ചില അവകാശങ്ങൾ കൊടുത്ത് ഭൂരിപക്ഷത്തെക്കാൾ കേമന്മാരാണ് ന്യൂനപക്ഷം എന്ന് ഭാവിക്കുന്ന ആ അവകാശങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിന് മാറ്റം വരണം. അത്രയല്ലേ പറയുന്നുള്ളൂ. OBC സംവരണം ഉണ്ടല്ലോ, അത് OBCകൾക്ക് തന്നെയാണ് കിട്ടേണ്ടത്. അത് നിന്ന് എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് ശരിയല്ല. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ മുസ്ലിങ്ങളെ മുഴുവൻ നാട് കടത്തണമെന്നൊന്നുമല്ല. മോദിയുടെ 10 വർഷത്തിനിടയ്ക്ക് മുസ്ലിങ്ങൾക്കെതിരെ മോദി സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഇവർ പറയുന്നത് CAA കേട്ട കാര്യം മാത്രമാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട് മുത്തലാഖ്. CAAയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയിലുള്ള ഒരു മുസ്ലിമിനും ബാധിക്കില്ല. പൗരത്വം കളയാനുള്ള നിയമമല്ല, പൗരത്വം കൊടുക്കാനുള്ള നിയമമാണെന്നും മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല അവകാശമുള്ള ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാം, അതെ, CAA അനുസരിച്ചിട്ട് എന്ന് ഈ ബൈഡൻ നമുക്ക് വിദേശപ്പെടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജയശങ്കർ വീണ്ടും ഊന്നി പറയുകയും ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്ക് പൗരത്വം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള നിയമാനുസൃതമായ മാർഗത്തിലൂടെ ജാതിയും മതവും നോക്കാതെ പൗരത്വത്തിന് അപേക്ഷിക്കാം. അർഹമായ കേസുകളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായത്തിന് ഉള്ളതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും പ്രധാനപ്പെട്ടതാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പറഞ്ഞല്ലോ, അതായത് വിഭവത്തിൻ്റെ ആദ്യത്തെ അവകാശി. അവിടെയാണ് പ്രശ്നം. തുല്യ അവകാശമൊന്നുമല്ല, അതാണ് പ്രീണനം. ഈക്വാളിറ്റി അല്ല പ്രീണനം. ശരിക്കും മുസ്ലിം സഹോദരന്മാർക്കും ഇന്ത്യയുടെ സമ്പത്തിൽ തുല്യ അവകാശം എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. കൂടുതൽ അവകാശവും ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നതിനോടാണ് ബി ജെ പിയുടെയും പ്രധാനമന്ത്രി മോദിയുടെയും എതിർപ്പും ഒക്കെ പ്രകടമായത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ നിന്നിട്ട് അവരുടെ ശത്രുത കിട്ടി. 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ അവകാശങ്ങൾ കിട്ടി. അവരുടെ അസൂയയ്ക്കും ശത്രുതയ്ക്കും പാത്രീഭൂതരായി ജീവിക്കാൻ മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടുമോ?
അതുകൊണ്ട് ഈക്വൽ റൈറ്റ്സ് എന്ന് വേണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പോലും ഹിതകരമായ ആവേണ്ടുന്ന ഒന്നാണ്. പക്ഷേ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് മുസ്ലിം അവിടെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഇടയ്ക്ക് ചർച്ച കാര്യമുണ്ട്. മുസ്ലിം സ്ത്രീകളെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വിട്ടില്ല എന്നൊരു കഥയുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പോകാതിരുന്നു. അപ്പോൾ വിട്ടില്ല എന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചത് നമ്മുടെ ചാനലിൽ. ഏതൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ തൃശ്ശൂർ എന്ന് പറയുന്ന നഗരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ കൊച്ചിയുടെ തലസ്ഥാനം തൃശ്ശൂരേക്ക് മാറ്റിയിരുന്നു. പക്ഷേ കേരളത്തിലെ തിരുവനന്തപുരവും എറണാകുളവും പോലെയുള്ള ഒരു വികസിത നഗരമോ ജില്ലയോ അല്ല തൃശ്ശൂർ. അല്ല ഒരു അക്കാദമികളൊക്കെ ഉണ്ട്. ഒരു രാജ്യ തലസ്ഥാനമായിരുന്ന ഒരു നഗരത്തിന് അതിൻ്റെ പ്രൗഢിയും ഗരിമയും ഒന്നും ഇന്നില്ല. അത് വീണ്ടെടുക്കാനുള്ള തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരിന് എന്തുണ്ട്? കുറച്ചാൽ മൈനസ് തൃശ്ശൂർ പൂരം. തൃശ്ശൂരിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേഴ്സ് ചെയ്യുന്ന മറ്റൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഈ തുണിമില്ലൊക്കെ സീതാറാം മിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ കല്യാണം ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് റിവൈവ് ചെയ്യാൻ കല്യാണം ആലുക്കാസും ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തൃശ്ശൂരിൻ്റെ അതിൻ്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു പിടിക്കാനും അതിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരമോ ജില്ലയോ ആക്കി മാറ്റാനും കഴിയുന്നൊരു സാഹചര്യം തൃശ്ശൂരിൻ്റെ മുന്നിൽ സുരേഷ് ഗോപി വഴി വന്നിട്ടുണ്ട്. അത് തൃശ്ശൂർക്കാർ പ്രായോഗികമായി നല്ല ബുദ്ധിയുള്ളവരാണ്. അവരത് എൻകാഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് എസ്പെഷ്യലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ. അത് അത്തരം വോട്ടുകൾ പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു നല്ല ശതമാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സുരേഷ് ഗോപിയുടെ ആവറേജ് 2-3 സ്ഥാനാർത്ഥികൾക്കും ഏതാണ്ട് 30-31% വോട്ടെന്ന് പറയുന്ന പെർസെൻറ്റേജിനെ മറികടക്കാൻ സഹായിച്ചിട്ടുണ്ട്. അല്ലേ? 30ന്റെ മുകളിലേക്ക് കയറാനായിട്ട് സഹായിക്കും. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി തോറ്റു അല്ലേ? ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഗണ്യമായ വിഭാഗം മുൻകാലങ്ങളിൽ കിട്ടാത്തത് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ പരാജയം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. പരാജയപ്പെടാൻ NSS വോട്ടുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി തോറ്റുപോകും. കാരണം അദ്ദേഹം NSSുമായിട്ട് നല്ല ബന്ധത്തിലല്ല എന്നൊരു തോന്നൽ മുമ്പ് ചങ്ങനാശ്ശേരി പോയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുകുമാരൻ നായരെ പോയി കണ്ടിരുന്നു. അദ്ദേഹം വളരെ മാന്യമായി സ്വീകരിച്ചു. ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല. പിന്നെ ഈ NSSനെ സംബന്ധിച്ച് NSSന്റെ പെരുന്നേലെ പോപ്പ് പറഞ്ഞാലൊന്നും അതുപോലെ വോട്ട് ചെയ്യുന്നവരൊന്നും അല്ല കേരളത്തിൽ നായന്മാർ. കേരളത്തിൽ ഈഴവരും അങ്ങനെ തന്നെയാണ്. നായന്മാരെ മാത്രം കൂട്ടണ്ട. ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു സുരേഷ് ഗോപി തോറ്റുപോകുന്നു. അദ്ദേഹത്തോട് നമുക്ക് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചോദനം തെറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൽ ഈ കല്ലട അറിയാമല്ലോ, കല്ലട അശോകനെ പോലെയുള്ള എലൈറ്റ് ഗ്രൂപ്പൊക്കെ അടക്കമുള്ളവർ വെള്ളാപ്പള്ളി വിരുദ്ധരാണ്. അതൊക്കെ തൃശ്ശൂർ ഏറ്റവും വലിയ പ്രബലമായ കാരണം എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി പണക്കാരനായത് പിന്നീട്. അതെ. മറ്റൊന്നുകൂടിയുണ്ട്. തൃശ്ശൂരിലെ ഈ ഈഴവരുടെ ഒരു പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഒരു ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്ന് കൂർക്കഞ്ചേരി മേഖലയാണ്. അത് വെള്ളാപ്പള്ളി വിരുദ്ധ വിഭാഗത്തിൻ്റെ വലിയ സ്വാധീനമുള്ള പരമ്പരാഗത മേഖലയാണ്. മാത്രമല്ല അവിടങ്ങളിലൊക്കെ SNDP യൂണിയനുകൾ വെള്ളാപ്പള്ളിക്ക് വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ സ്വീകരണം കൊടുക്കുകയും അവർ ഒപ്പം കൊണ്ടു നടക്കുകയും ചെയ്തു. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ കൂർക്കഞ്ചേരിയിലെ ഈഴവരൊന്നും കേൾക്കില്ല. അന്തിക്കാട്ടെ ഈഴവരെ സംബന്ധിച്ച് പിന്നെ അവർ കുറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരാണ്. കുറച്ച് വോട്ടുകളൊക്കെ അവിടെ സുനിൽകുമാറിന് പോകും. അന്തിക്കാട് മേഖലയിൽ അന്തിക്കാട്ടിൽ സുനിലിൻ്റെ അച്ഛൻ അവിടുത്തെ പഴയ ചെത്തൊഴിലാളി നേതാവ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു വൈകാരിക അടുപ്പം ആ ഭാഗത്ത് നേരത്തെ തന്നെ CPIക്ക് KP രാജേന്ദ്രനും ഒക്കെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സത്യനന്ദിക്കാടിനാ സ്വാധീനം. അതെ. വേറെ ആളുണ്ട്, സജീവൻ അന്തിക്കാടെന്ന് പറഞ്ഞൊരു സംവിധാനം കൂടി അവിടെ നിന്നുണ്ട്, നമ്മുടെയൊക്കെ സുഹൃത്താണ്. അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് ഈ SNDP വോട്ടുകൾ എന്ന് പറയണ്ട, ഈഴവ വോട്ടുകൾ അനുകൂലമായി വീണിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി തോൽക്കും. പക്ഷേ വെള്ളാപ്പള്ളി വിചാരിച്ചാൽ ആ ഈഴവ വോട്ടുകൾ കുറുക്കഞ്ചേരിയിലെ ഈഴവരുടെ വോട്ടൊന്നും വെള്ളാപ്പള്ളി വിചാരിച്ചാൽ വെള്ളാപ്പള്ളി പറയുന്നിടത്ത് പോൾ ചെയ്യും. അതുകൊണ്ട് കുറേ ഈഴവ വോട്ടുകൾ ഉണ്ടാവാം. വെള്ളാപ്പള്ളി അങ്ങനെ ഒരു മെസ്സേജ്, സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തണം എന്നൊരു മെസ്സേജ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈഴവ വോട്ടുകൾ പൂർണ്ണമായും സുരേഷ് ഗോപിക്ക് വീണിട്ടുണ്ടാവും. അപ്പോൾ അത് വീഴാതിരുന്ന. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപിയെ കാണാൻ ആർത്തലച്ചു വരുന്നത് നമ്മൾ സ്ത്രീകളായിരുന്നു.
അവിടെ രാഷ്ട്രീയമൊന്നും അവർ സുരേഷ് ഗോപിയെ കാണുന്നു, വഴിയെ പോകുമ്പോൾ കാണുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ കാണുന്നു, എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ഇപ്പോൾ ഈ അവിടുത്തെ വലിയ ബിസ്മി പോലെയുള്ള വലിയ റിലയൻസ് പോലെയുള്ള ഹൈപ്പർ മാർട്ടുകളിലൊക്കെ സുരേഷ് ഗോപി ചെല്ലുമ്പോൾ അവിടുത്തെ വനിതാ ജീവനക്കാർ എത്ര സ്നേഹാതിരേകത്തോടെയാണ് അദ്ദേഹത്തെ വന്ന് സ്വീകരിക്കുകയും ചേർന്ന് നിൽക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീ മനസ്സുകളെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് നമ്മൾക്ക് തോന്നിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ, അത് വോട്ടായിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി അദ്ദേഹം ഒരു കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്നത് അല്ലേ? അതെ, നമുക്ക് എപ്പോഴും രാജകീയമായിട്ടുള്ള ചിത്രം കാണുമ്പോൾ മലയാളിക്ക് ഒരു കുടുംബജീവിതം ഉള്ളവർക്കൊക്കെ ഒരു വൈകാരികമായ അടുപ്പം സുരേഷ് ഗോപി തോന്നാറുണ്ട്. ഒരു ഐഡിയൽ കപ്പിൾ എന്ന് പറയാവുന്ന ഒരു അങ്ങനെയാണ്, അതെല്ലാവരും ഇഷ്ടപ്പെടും. അതെ, ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം വിവാഹം എന്നുള്ളത് ഒരു വലിയ സങ്കല്പം. അതാണ് ആ കുടുംബത്തെ, ഒരു വലിയ കുടുംബത്തെ കുടുംബം നന്നായിട്ട് കൊണ്ടുനടക്കും, കൂടുതൽ മക്കളുള്ള ഒരു കുടുംബത്തെ വാത്സല്യപൂർവ്വം കൊണ്ടു നടക്കുന്നു, ഒരുപാട് നന്മ ചെയ്യുന്നു. ഒരച്ഛൻ, നന്മയുടെ കാര്യത്തിലേക്ക് വരാം, ഒരച്ഛൻ ഇപ്പോഴും മരിച്ചുപോയ ലക്ഷ്മി എന്ന് പറയുന്ന മകളെക്കുറിച്ച് വിലപിക്കുന്ന ഒരച്ഛൻ, ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറായിട്ടാണ് സുരേഷ് ഗോപിയെ കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ TV ഷോകളുണ്ടല്ലോ, അതിലൂടെയൊക്കെ വന്നിട്ടുള്ള ഒരു പൊതുജനത്തിന് ഉണ്ടായിട്ടുള്ള അപ്പീലുണ്ട്. അപ്പോൾ ഇതെല്ലാം മറ്റൊരു പൊളിറ്റീഷ്യൻ, കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ ഇല്ലാത്ത കുറേ ക്വാളിറ്റീസ് ഇങ്ങനെ സുരേഷ് ഗോപിക്ക് ആ മനുഷ്യൻ്റെ മേൽ ചാർത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആടയാഭരണങ്ങൾ പോലെ നിൽക്കുന്നതാണ്. ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമോ? അതൊക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ ജയിക്കില്ല. പക്ഷേ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് പല സ്ഥലത്തും ഉള്ളത്. കേരളത്തിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലുമാണ്. ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം കൊണ്ട് മറ്റേ മാധ്യമ പ്രവർത്തകരുടെ മറ്റേ കേസുണ്ടല്ലോ, അത് സുരേഷ് ഗോപി സഹായിച്ചിട്ടുണ്ട്. അത് വളരെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് നന്ദി പറയണം. അതിനുശേഷമാണ് കാണുന്നിടത്ത് വെച്ച് പെണ്ണുങ്ങൾ ഓടി വന്ന് സുരേഷ് ഗോപി കെട്ടിപ്പിടിക്കാൻ നോക്കിയത്. അതെ അതെ അതെ, കെട്ടിപ്പിടുത്തത്തിന്റെ ഒരു പൂരമായിരുന്നു പിന്നെ, അല്ലേ? ഇത്രയും സ്ത്രീകളെ കെട്ടിപ്പിടിക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു സിനിമാ നടൻ പ്രേം നസീറിന് ശേഷം കാണില്ലായിരിക്കും. അതെ അതെ അതെ. അപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര സ്നേഹമാണ്, വലിയ സ്നേഹമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ. പിന്നെ ഈ മോദിയെ തൃശ്ശൂർകാർക്ക് ഇഷ്ടമല്ല എങ്കിൽ സുരേഷ് ഗോപി തോക്കും. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് മോദി തന്നെ 56% പേര് മനോരമ സർവേയിൽ 56% തൃശ്ശൂർക്കാർ മോദിയെ ഇഷ്ടപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോദിയെ ഇഷ്ടപ്പെടുന്ന മണ്ഡലം തൃശ്ശൂർന്ന് അവരുടെ സർവേയിൽ അത് അവർ മറച്ചു വെച്ചില്ല. അപ്പോൾ അത് ഉറപ്പായിട്ടും സുരേഷ് ഗോപിക്ക് അനുകൂലമാണ്. അതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ പറയണം, തൃശ്ശൂർ പൂരത്തെ ഇഷ്ടപ്പെടുന്നവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സുരേഷ് ഗോപി തോക്കും. അതെ. അതുപോലെ പോളിംഗ് ശതമാനം അവിടെ വളരെ കുറവായിരുന്നെങ്കിൽ സുരേഷ് ഗോപി തോൽക്കുമായിരുന്നു. അതെ. പക്ഷെ കേരളത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ പോള് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. തൃശ്ശൂരാണ്. 72.2%. അതെ അതെ. ഞാൻ പറഞ്ഞ ഒന്ന് ഇങ്ങനെ പാസ് വെറുതെ അങ്ങ് വിട്ടു. തൃശ്ശൂർ പൂരം ഇഷ്ടപ്പെടാത്തവർ വോട്ട് ചെയ്തില്ലെങ്കിൽ തൃശ്ശൂർ പൂരം അപ്പം എൻ്റെ ഓർമ്മയിൽ വന്ന ഒരെണ്ണം ഞാൻ പറയാതെ വിട്ടു. തെച്ചിക്കോട്ട് രാമേന്ദ്രനെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ സുരേഷ് ഗോപി തോക്കും. അപ്പോൾ പറഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സുരേഷ് ഗോപിക്ക് ജയിക്കാതിരിക്കാനാവില്ല. ഇത് നമ്മുടെ സാഹചര്യങ്ങളെ വിലയിരുത്തി നമ്മൾ പറഞ്ഞൊരു വർത്തമാനം. പക്ഷേ ഈ വർത്തമാനം കേൾക്കുന്നവർക്കും വെറുതെ ഒരു സൊറ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കിന്നാരം പറയുന്ന പോലെ, അതിന് പറയുക, വെറുതെ പറയുന്നൊരു വർത്തമാനം, ഒരു ചിറ്റ്ചാറ്റാണ് അല്ലേ? പക്ഷേ ഈ ചിറ്റ്ചാറ്റിന് ഫാക്ട്സ് ഉണ്ട് ഇല്ലേ? ഇതൊക്കെ അടിയൊഴുക്കുകളാണ്. അപ്പോൾ കേരളത്തിലെ ഏത് മണ്ഡലത്തിനേക്കാളും സവിശേഷമായ ലോകശ്രദ്ധയിൽ, ലോകത്തെമ്പാടുമുള്ള മലയാളി ആകാംക്ഷയോടെ ലെൻസ് വെച്ച് മൈക്രോസ്കോപ്പിക് വ്യൂവിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നത്. കിരീടം ഓർത്തിട്ട് പറയാവുന്നത് മാതാവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ സുരേഷ് ഗോപി തോൽക്കും എന്ന് പറയാം. അത് പറയുമ്പോൾ ഞാൻ പ്രതാപന്റെ കൊലയെ കുറിച്ച് ഓർത്തു പോകും സാർ. പോട്ടെ, അതുകൊണ്ട് അത് പോട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെമ്പാടുമുള്ള മലയാളി ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്നത് ജൂൺ 4 ആദ്യം അവർക്ക് അറിയേണ്ടത് കേരളത്തിൽ ഏത് മുന്നണിക്ക് എത്ര സീറ്റ് കിട്ടിയെന്നല്ല, തൃശ്ശൂരിൽ സുരേഷ് ഗോപി എത്ര വോട്ടിന് ജയിച്ചു എന്നറിയാം. അദ്ദേഹം പിന്നോട്ട് പോകുന്തോറും ഇങ്ങനെ താപനില അല്ലേ? അതെ അതെ. ഒരു പൊളിറ്റിക്കൽ ഇത്രയും, കാരണം ഈ തെരഞ്ഞെടുപ്പ് എണ്ണുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കൂടുക. ഇപ്പൊ പുതുക്കാട്
ഏറ്റവും കൂടുതൽ വോട്ട് അവിടെ വന്നിരിക്കുന്നത് പുതുക്കാടാണ്, 76.34. അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചില ആളുകൾക്കായിരിക്കുമല്ലോ സ്വാധീനം. അല്ല, വേറെ നോക്കണ്ട സാർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെടുകയും കുറുകയും സഞ്ചരിച്ച ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അത് തൃശ്ശൂരാണ്. അതെ, ഗുരുവായൂരും. ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിലും മോദി ഇത്രയും പോയില്ല. 2 തവണ. പിന്നെ 3ാമത്തെ തവണ വന്നിട്ട് തൃശ്ശൂർ വന്നിട്ട് തൃപ്രയാർ വരെ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മോദി പോകുന്ന വഴിയിലൊക്കെ അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി ഇത്രയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ ആളുകൾ ആദരിക്കുന്ന, എതിർക്കുന്നവരും ഉണ്ട് കേട്ടോ, ആദരിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യൻ, ഇത്രയും കരുതലോടെ കാണുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നുള്ളൊരു ഇമേജ് വർക്ക് ചെയ്തില്ലെങ്കിൽ സുരേഷ് ഗോപി തോറ്റുപോകും. ഗുരുവായൂര് ഈ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലാണ് 69.46% അവിടെ പോളിംഗ്. ഗുരുവായൂരപ്പൻ കൂടെ നിന്നില്ലെങ്കിൽ സുരേഷ് ഗോപി തോക്കും. ഉറപ്പായും ഗുരുവായൂരപ്പൻ കൂടെ നിന്നില്ലെങ്കിൽ സുരേഷ് ഗോപി തോക്കും. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടം നമുക്ക് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപിയോട് ഒരു കരുണയും കടാക്ഷവും ഒക്കെ ഉണ്ടാകും. ഗുരുവായൂരപ്പൻ മാത്രമല്ല, അപ്പുറത്ത് മറ്റേ പുള്ളി ഇരിപ്പുണ്ട്, വടക്കുന്നാഥൻ. അതെ അതെ, ദ ബോസ്. അതെ. അപ്പോൾ ഏതായാലും ഇവരെല്ലാവരും കൂടി തീരുമാനിക്കട്ടെ. സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ ഒരു കാരണവും നമ്മൾ കാണുന്നില്ല. ദൈവാധീനമുള്ള ആളാണ് അല്ലേ, നമ്മൾ കാണുന്നില്ല. ഇനി പറയാനുള്ളത് ജനങ്ങളുടെ ഹിതമാണ്. അത് പെട്ടിക്കുള്ളിലാണ് 4-ാം തീയതി. ഈ സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ടെലിവിഷനുകളിൽ നിറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയ ഘോഷയാത്രയായിരിക്കാം. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.